and welcome to Dania's classes. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലത്തെ പേജ് നമ്പർ 16ത്തെ ഫിഫ്ത്ത് പ്രോബ്ലം ആണ് ചെയ്യുന്നത്. ഈ എക്സസൈസിലത്തെ ലാസ്റ്റ് പ്രോബ്ലം ആണിത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ. അതിനാൾ മുന്നേ നമ്മുടെ ഇത് കണ്ടിട്ട് ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഒന്ന് ഒരു ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. In the figure below, the lines AB and CD are parallel. അതായത് എ ബിയും സി ഡിയും പാരലൽ ആണെന്നാണ് പറയുന്നത്. പാരലൽ എന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. ആൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ, കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. ഇത് രണ്ടും നമുക്ക് ഓർമ്മ വരണം. ഇനി എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ലൈൻ എ ബി. എ ബി എന്നുള്ള ലൈനിന്റെ മിഡ് പോയിന്റ് ആണ് എം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. കമ്പ്യൂട്ട് ദി ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ എം ഡി, അതുപോലെ എം ബി സി, അതുപോലെ ഡി സി എം. അതായത് ഈ മൂന്ന് ട്രയാങ്കിൾസിൻ്റെയും എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കുക. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ. ഈ മൂന്ന് ട്രയാങ്കിളിൻ്റെയും എല്ലാ ആംഗിൾസും നമുക്ക് കണ്ടുപിടിക്കണം. പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ സ്പെഷ്യൽ അബൌട്ട് കോർഡിലേറ്ററൽ എ എം സി ഡിയുടെയും എം ബി സി ഡിയുടെയും കോർഡിലേറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്ന് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അപ്പോൾ ഓർമ്മ വന്നു, അതിൻ്റെ ആൾട്ടർനേറ്റീവ് ആംഗിൾസ് ഓപ്പോസിറ്റ് ആണെന്നുള്ളത് നമുക്ക് ഓർമ്മ വന്നു. ഇനി അറിയേണ്ടത് ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മൂന്ന് ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് ആണ് കണ്ടത്. അപ്പോൾ ആദ്യത്തെ രണ്ട് ട്രയാങ്കിൾ നമുക്ക് എടുക്കാം. ആംഗിൾ എ എം ഡിയും നമുക്ക് എടുക്കാം. ആംഗിൾ അല്ല, ട്രയാങ്കിൾ എ എം ഡിയും നമുക്ക് എടുക്കാം, ട്രയാങ്കിൾ ഡി എം സിയും നമുക്ക് എടുക്കാം. അതായത് ഈ ട്രയാങ്കിളും നമുക്ക് കൺസിഡർ ചെയ്യാം, ഈ ട്രയാങ്കിളും കൺസിഡർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് പിന്നെ അപ്പുറത്തെ രണ്ട് ട്രയാങ്കിളും നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ എഴുതാണ് ഇൻ ട്രയാങ്കിൾ എ എം ഡി and triangle AMD and triangle MDC. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിൾ എടുത്തു. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് നമുക്കത് ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ആംഗിൾസിൻ്റെ മെഷർമെൻ്റ് ഒക്കെ നമുക്ക് കിട്ടുക. അപ്പം ഇവിടെ എന്താണ് എ എം എന്ന് പറയുന്നതും ബി സി എന്ന് പറയുന്നത് എം എന്ന് പറഞ്ഞിട്ട് മിഡ് പോയിന്റ് ആണെന്ന് അറിയാലോ. അപ്പോൾ ഈ എ ബിക്ക് ടോട്ടൽ 12 സെൻറ്റിമീറ്റർ ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ എ എം എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? 6 സെൻറ്റിമീറ്ററും ഈ എം ബി എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? 6 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ? അപ്പോൾ എ എം 6 സെൻറ്റിമീറ്റർ, എം ബിയും എന്തായിരിക്കും? 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കുമ്പോൾ എ എം ഈക്വൽ ടു സി ഡി. കറക്റ്റ് അല്ലേ പറയുന്നത്? രണ്ടും 6 സെൻറ്റിമീറ്റർ. നമുക്കത് എഴുതാം. ഇൻ ട്രയാങ്കിൾ എ എം ഡി ആൻഡ് എം ഡി സി എ എം ഈക്വൽ ടു സി ഡി ഈക്വൽ ടു എത്ര സെൻറ്റിമീറ്റർ ആണ്? 6 സെൻറ്റിമീറ്റർ. അതിൻ്റെ റീസൺ എന്താണ്? അവർ തന്നിട്ടുണ്ട്, ഗിവൺ. ഓക്കെ, ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് ട്രയാങ്കിളിനും കോമൺ ആയിട്ടൊരു സൈഡ് ഉണ്ടല്ലോ. കോമൺ സൈഡ് ഏതാണ്? എം ഡി എന്ന് പറയുന്നത് എ എം ഡിയിലും ഉണ്ട്, എം ഡി സിയിലും ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഡി എം ഈക്വൽ ടു ഡി എം. എന്താ റീസൺ എന്ന് പറയുന്നത്? കോമൺ സൈഡ്. രണ്ട് ട്രയാങ്കിളിലും കോമൺ സൈഡ് എന്ന് പറയുന്നത് ആണ് ഡി എം ഈക്വൽ ടു. അപ്പൊ നമ്മൾ ആലോചിക്കാം, ഇവിടെ ഈ ഇതും ഈക്വൽ ആണ് കിട്ടി. അതുപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടി? ഈ സൈഡും ഈക്വൽ ആണ് കിട്ടി. ഇനി നമുക്കപ്പോൾ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ് കിട്ടി. അപ്പം നമ്മളിങ്ങനെ നോക്കേണ്ടത് അതിൻ്റെ ഉള്ളിൽ വരുന്ന ആംഗിൾസ് മെയ്ഡ് ബൈ ദം ഈക്വൽ ആണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അതായത് എ എമ്മും ഡി സിയും എന്ന് പറയുന്നത് ഈ ആംഗിളും അതുപോലെ ഡി എം സി ഡി എന്ന് പറയുന്നത് ഈ ആംഗിളും ഈക്വൽ ആണോ എന്നുള്ളതാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. അത് ഈക്വൽ ആണല്ലോ. എങ്ങനെയാണ് അത് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുക? കാരണം സി ഡിയും എ എമ്മും പാരലൽ ലൈൻസ് ആണ്. അപ്പോൾ പാരലൽ ലൈൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ആൾട്ടർനേറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ആൾട്ടർനേറ്റ് ആംഗിൾ എന്ന് പറയുന്നത് എ എമ്മും എ എം ഡിയും അതുപോലെ എം ഡി സിയും ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ അത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആംഗിൾ എ എം ഡി ഈക്വൽ ടു ആംഗിൾ എം ഡി സി. എന്തുകൊണ്ടാണ്? ആൾട്ടർനേറ്റ് ആംഗിൾസ്. ഇതെങ്ങനെയാണ് എ എം എന്ന് പറയുന്നത് പാരലൽ ലൈൻ ആണെന്ന് മനസ്സിലായത്?
എ ബി എന്ന് പറയുന്നത് പാരലൽ ലൈനാണെന്ന് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഈ പാരലൽ ലൈനിലുള്ള ഒരു പോയിന്റ് ആണ് എം എന്ന് പറയുന്നത് അല്ലേ. അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു പാരലൽ ലൈൻ പോകണ്ടെന്ന് വിചാരിക്കൂ, എ ബി എന്ന് പറഞ്ഞിട്ട് ഒരു പാരലൽ ലൈൻ പോകണ്ടെന്ന് വിചാരിക്കൂ. ഇവിടെ ഏത് പോയിന്റ് എടുത്താലും ഇവിടെ സി, ഇവിടെ ഡി ആണെങ്കിലും എ സിയും പാരലൽ ലൈൻ ആയിരിക്കും, സി ഡി പാരലൽ ലൈൻ ആയിരിക്കും, ഡി ബി ഒക്കെ പാരലൽ ലൈൻ ആയിരിക്കും. അതായത് ഒരു പാരലൽ ലൈനിന്റെ കൂടെ വരുന്ന ഏത് പോയിന്റുകളും പാരലൽ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ വന്നത് എയുമും സി ഡിയും പാരലൽ ആണെന്ന് പറയാം. അപ്പൊ ഇതെന്തായി, രണ്ട് സൈഡ്സും അതിൻ്റെ ഉള്ളിൽ വരുന്ന ആംഗിളും ഈക്വൽ ആണ് നമുക്ക് ഈക്വൽ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അങ്ങനെ വരുന്ന സമയത്ത് അതായത് ഇപ്പൊ കണ്ടു ഡി എം എന്ന് പറയുന്നത് എന്താണ്, സെയിം സൈഡാണ്. അപ്പൊ ഈ സെയിം സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. നമ്മുടെ സെക്കൻഡ് റൂളും അതാണ് അല്ലേ, സെയിം സൈഡിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്താ എഴുതാൻ പറ്റും, ആംഗിൾ ഡി എ എം ഈക്വൽ ടു ആംഗിൾ എം സി ഡി. അതായത് ഈ ആംഗിൾ, അതായത് സെയിം സൈഡിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എം സി ഡി ഈക്വൽ ടു 40 ഡിഗ്രി. കാരണം സെയിം സൈഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ 40 ഡിഗ്രി. റീസൺ എന്താണ് എഴുതേണ്ടത്, ആംഗിൾസ് ഓപ്പോസിറ്റ് ടു സെയിം സൈഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടി കഴിഞ്ഞു, ഇവിടെ നമുക്ക് 40 ഡിഗ്രി ആണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. പോരാത്തതിന് ഈ ആംഗിളും ഈക്വൽ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മൾ ഈ രണ്ട് ട്രയാംഗിളും എടുക്കുകയാണ്. ഓക്കെ, സെയിം ഇതേ മോഡൽ തന്നെ. ഏതൊക്കെയാണ് ആ ട്രയാംഗിൾ വരാൻ, ഏതൊക്കെയാണ് ഈ ട്രയാംഗിൾ വരുന്നത്, ഇവിടെ ഞാൻ ഇതിന്റെ റീസൺ ഇവിടെ എഴുതാം. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു സെയിം സൈഡ്. ഓക്കെ, ഇനി നമ്മൾ എടുക്കുന്നത് ഇൻ ട്രയാംഗിൾ എം ഡി സി ആൻഡ് ട്രയാംഗിൾ ബി എം സി. ഓക്കെ, ഇതേപോലെ തന്നെ സെയിം തന്നെ ഇങ്ങനെ എഴുതാം, ബി എം ഈക്വൽ ടു സി ഡി. ഇവിടെ എം ഡി സി എന്നല്ല എഴുതിയിരിക്കുന്നത്. അപ്പോൾ സി ഡി ഈക്വൽ ടു ബി എം ഈക്വൽ ടു 6 സെന്റിമീറ്റർ. റീസൺ എന്താണ് വരുന്നത്, നമുക്ക് തന്നിട്ടുണ്ട്, ഗിവൺ. ഓക്കെ, ഇനി എങ്ങനെയാണ് എഴുതാൻ, ഇത് ചെയ്ത പോലെ തന്നെ നമുക്ക് എഴുതാം സി എം ഈക്വൽ ടു സി എം. കാരണം എന്തുകൊണ്ടാണ്, കോമൺ സൈഡ് സി എം ഈക്വൽ ടു സി എം. എന്തുകൊണ്ടാണ്, കോമൺ സൈഡ്. ഇനി നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഈ നമുക്ക് എന്ത് കിട്ടി കഴിഞ്ഞു, ഈ സൈഡ് ഈക്വൽ ആണെന്ന് കിട്ടി കഴിഞ്ഞു, ഈ സൈഡും ഈക്വൽ ആണ് കിട്ടി കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഉള്ളിൽ വരുന്ന ആംഗിൾസും ഈക്വൽ ആണോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അല്ലെ. അതായത് ഈ സൈഡും ഈക്വൽ, രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്ന് കിട്ടി, ഈ രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പൊ ഇതിന്റെ ഉള്ളിൽ വരുന്ന ആംഗിൾ ഈക്വൽ ആണോ എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. അപ്പൊ എങ്ങനെയാണ് ഇത് ഈക്വൽ ആണെന്ന് നമുക്ക് നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ പറയാൻ പറ്റും അല്ലെ. ഈ ആംഗിളും അതുപോലെ ഈ ആംഗിളും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണ്, ബി എമ്മും സി ഡിയും പാരലൽ ലൈൻസ് ആണ്. അതുകൊണ്ട് അതിന്റെ ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ആംഗിൾ ബി എം സി ഈക്വൽ ടു ആംഗിൾ എം സി ഡി ഈക്വൽ ടു ആംഗിൾ എം സി ഡി. എന്തുകൊണ്ടാണ് ആംഗിൾ എന്ന് പറയുന്നത്, ഇതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ്, ഇതേപോലെ ആൾട്ടർനേറ്റ് ആംഗിൾസ്. ഓക്കെ, ഇനി എന്താണ് നമുക്ക് കിട്ടേണ്ടത്, അപ്പൊ ഈ രണ്ട് ഇതും ഈക്വൽ ആണ് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ രണ്ട് ട്രയാംഗിൾസും ഈക്വൽ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി അപ്പൊ ഈ രണ്ട് ട്രയാംഗിൾസും ഈക്വൽ ആണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ആംഗിളും ഈക്വൽ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെയാണ് നമ്മളത് ഈക്വൽ ആണെന്ന് നമ്മൾ പറയുന്നത്, ഈ സെയിം സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ആംഗിൾ എം ബി സി ഈക്വൽ ടു എം ബി സി
ഈക്വൽ ടു ആംഗിൾ എം ഡി സി. എന്താണ് ഈക്വൽ ആണെന്ന് പറയാനായിട്ടുള്ള കാരണം ഈക്വൽ ടു 60 ഡിഗ്രി. എന്തുകൊണ്ടാണ് പറയുന്നത്? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു സെയിം സൈഡ്. ഓക്കെ, ഒരുവിധ മെഷർമെന്റ് ഒക്കെ നമുക്ക് കിട്ടി കഴിഞ്ഞില്ലേ? അപ്പൊ ഇത് നമുക്ക് 60 ആണ് കിട്ടി കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ കിട്ടാനുള്ളത്? ഈ രണ്ട് ഈ ആംഗിൾ ഇൻ ട്രയാങ്കിൾ ഡി എം സി, അതായത് ട്രയാങ്കിൾ ഡി എം സിയിൽ രണ്ട് ആംഗിൾസ് നമുക്ക് കിട്ടി കഴിഞ്ഞു. ഇനി സുഖമല്ലേ ഈ ആംഗിൾ കിട്ടാനായിട്ട്? അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ആംഗിൾ ഡി പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ എം ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, ഇനി ആംഗിൾ ഡിക്കും ആംഗിൾ സിക്കും ഒക്കെ വാല്യൂ കൊടുത്താൽ മതി. ഈക്വൽ ടു ഇംപ്ലൈസ് 60 പ്ലസ് 40, 60 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി പ്ലസ് ആംഗിൾ എം ഈക്വൽ ടു 180. എളുപ്പമല്ലേ? ആംഗിൾ എം ഈക്വൽ ടു 180 മൈനസ് 100 ഈക്വൽ ടു ഇങ്ങനെ എഴുതാം. ആംഗിൾ എം ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 100 ഡിഗ്രി ഈക്വൽ ടു 80 ഡിഗ്രി. ഓക്കെ, ഇനി ഒരു ആംഗിൾ കിട്ടി കഴിഞ്ഞില്ലേ? ഇനി അതേപോലെ തന്നെ ഇനി നമുക്ക് ഏതൊക്കെ ആംഗിൾസ് പറയാൻ പറ്റും? നമുക്കറിയാം ഈ ആംഗിളും ഈക്വൽ ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇല്ലേ? ആംഗിൾ സിയും ആംഗിൾ എമ്മും, അതായത് ബി എം സിയും എം സി ഡിയും ഈക്വൽ ആണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ആംഗിൾ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ഇവിടെ 40 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? അത് 40 ഡിഗ്രി ആയിരിക്കും, കാരണം ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇൻ ട്രയാങ്കിൾ സി എം ബി ആംഗിൾ സി എം ബി ഈക്വൽ ടു 40 ഡിഗ്രി. എന്തുകൊണ്ടാണ് ആംഗിൾ സി എം ബി ഈക്വൽ ടു 40 ഡിഗ്രി എന്ന് പറയുന്നത്? ആംഗിൾ സി എം ബി ഈക്വൽ ടു 40 ഡിഗ്രി കാരണം എന്തുകൊണ്ടാണ്? ആൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ആൾട്ടർനേറ്റ് ആംഗിൾസ്. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? സി എം ബി കിട്ടി കഴിഞ്ഞു. ഇവിടെ എത്ര കിട്ടി? നമുക്ക് 40 ഡിഗ്രി കിട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ആംഗിളും കൂടിയാണ് കിട്ടേണ്ടത് അല്ലെ? നമുക്ക് ഇനി അത് സിമ്പിൾ ആയിട്ട് നേരത്തെ പറഞ്ഞ അതേപോലെ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? ആംഗിൾ സി പ്ലസ് ആംഗിൾ എം പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രി. ഓക്കെ, ഇനി ആംഗിൾ സി എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കണം. ആംഗിൾ എം എന്ന് പറയുന്നത് 40 പ്ലസ് 60 ഈക്വൽ ടു ആംഗിൾ സി പ്ലസ് 40 പ്ലസ് 60 ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ സി ഈക്വൽ ടു 80 ഡിഗ്രി. ഓക്കെ, ആംഗിൾ സി ഈക്വൽ ടു 80 ഡിഗ്രി. ഇനി അതേപോലെ തന്നെ നമുക്ക് ഈ ആംഗിളും കണ്ടുപിടിക്കാം. ഞാൻ ഇതൊന്നും റബ്ബ് ചെയ്യുന്നുണ്ട്, സ്പേസ് ഇല്ല നമുക്ക്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ അടുത്ത ട്രയാങ്കിൾ ഒന്ന് നോക്കാം. ഈ ട്രയാങ്കിൾ അല്ലേ? അപ്പൊ ഇത് ഈ ട്രയാങ്കിൾസ് ഒക്കെ ഈ എമ്മിന്റെ നമുക്ക് കിട്ടി കഴിഞ്ഞു. ഓക്കെ, ഇനി ഈ ഇൻ ട്രയാങ്കിൾ എ എം ഡി, ഈ ട്രയാങ്കിളില് എങ്ങനെ പറയാൻ പറ്റും? ഇവിടെ 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആംഗിൾ എ എം ഡി ഈക്വൽ ടു 60 ഡിഗ്രി. കാരണം എന്തുകൊണ്ടാണ്? എ എം ഡി ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആൾട്ടർനേറ്റ് ആംഗിൾ. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ 60 ഡിഗ്രി കിട്ടി കഴിഞ്ഞാൽ ആംഗിൾ ഡി കിട്ടാൻ വളരെ സുഖമല്ലേ? അപ്പൊ അങ്ങനെ പറയാൻ പറ്റും. ഇൻ ട്രയാങ്കിൾ എ എം ഡി ആംഗിൾ എ പ്ലസ് ആംഗിൾ എം പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എ എന്ന് പറയുന്നത് 40 പ്ലസ് ആംഗിൾ എം എന്ന് പറയുന്നത് 60 പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ഡി ഈക്വൽ ടു 180 മൈനസ് 100 ഈക്വൽ ടു 80 ഡിഗ്രി. അപ്പൊ നമുക്ക് എല്ലാ ആംഗിളും കിട്ടി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത സബ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സബ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അടുത്ത സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ സ്പെഷ്യൽ അബൌട്ട് ദ ക്വാഡ്രിലാറ്ററൽ AMCD ആൻഡ് MBCD. അതായത് ഈ AMCD യുടെയും MBCD യുടെയും
അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് AMCD എടുക്കാം. അപ്പോൾ എന്താണ് ഇൻ കോർഡിലേറ്റർ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഒരു നാല് സൈഡിലുള്ള ഒരു ഫിഗർ, അതിനെയാണ് കോർഡിലേറ്റർ എന്ന് പറയുക. അപ്പോൾ കോർഡിലേറ്റർ AMCD എന്ന് മനസ്സിലായല്ലോ, AMCD. അപ്പം ഈ കോർഡിലേറ്ററിൽ കേട്ടോ, ഈ കോർഡിലേറ്റർ തന്നെയാണ് നമ്മളിപ്പോൾ പറയുന്നത് ഇൻ കോർഡിലേറ്റർ AMCD. അപ്പോൾ ഞാൻ ഇങ്ങനെയൊന്ന് വരയ്ക്കട്ടെ. ഇവിടെ നമ്മൾ ഇത്തിരി കൂടി വലുതാക്കിയിട്ട് നമുക്കൊന്ന് ഡ്രോ ചെയ്യാം. AMCD ഇപ്പോൾ DM എന്ന് പറഞ്ഞിട്ട് ഒരു ആംഗിൾ പോകുന്നുണ്ട്. ഇനി ഇവിടെ 40 വരുന്നുണ്ട്, ഇവിടെയും നമുക്ക് 40 വരുന്നുണ്ട്, ഇവിടെ 60 വരുന്നുണ്ട്, ഇവിടെയും 60 വരുന്നുണ്ട്, ഇവിടെ 80 വരുന്നുണ്ട്, ഇവിടെയും നമുക്ക് 80 വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഇതല്ല, ഇതിൻ്റെ കുറച്ച് വലുതാക്കിയിട്ട് ഡ്രോ ചെയ്തേ ഉള്ളൂ. അപ്പം ഇവിടെ നമുക്ക് എന്താ അറിയാൻ പറ്റും? AM എന്ന് പറയുന്നത് ഒരു പാരലൽ ലൈനാണ്. കാരണം എന്തുകൊണ്ടാണ് പാരലൽ ലൈനാന്ന് പറയുന്നത്? AB പാരലൽ ലൈനാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന്മേൽ വരുന്ന ഒരു പോയിന്റും പാരലൽ ആയിരിക്കും. അപ്പം AM പാരലൽ, CD പാരലൽ ആണെന്ന് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അറിയാം ഒരു പാരലോഗ്രാം ആണെന്ന് നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു പാരലോഗ്രാം ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ AM പാരലൽ ടു CD എന്നുള്ളത് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് നോക്കിയാൽ മതി? ഈ CMൻ്റെയും ADയുടെയും കാര്യം നമുക്ക് നോക്കിയാൽ മതി. CMൻ്റെയും അതുപോലെ ADയുടെയും കാര്യം നമുക്ക് നോക്കിയാൽ മതി അല്ലേ? അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും പാരലൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. ക്ലിയർ ആയില്ലോ? ഇത് രണ്ടും പാരലൽ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? പാരലൽ പ്രൂവ് ചെയ്യാനായിട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ആൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അത് പാരലൽ ലൈൻസ് ആയിരിക്കും. അപ്പം ഇത് നോക്കി, ഇവിടെ CMD എന്ന് പറയുന്നതും CMD എന്ന് പറയുന്നതും അതുപോലെ തന്നെ ADM എന്ന് പറയുന്നത്, അതായത് ഇതും എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണല്ലോ. ഇവിടുത്തെ ആൾട്ടർനേറ്റ് ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ്. അതായത് ADMഉം അതുപോലെ CMDയും അതായത് ആൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. ആൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിൻ്റെ സൈഡ്സും ഓപ്പോസിറ്റ് സൈഡ്സും പാരലൽ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഇൻ AMCD, AM പാരലൽ ടു CD. അതെന്തുകൊണ്ടാണ് AM പാരലൽ ടു CD എന്ന് പറയുന്നത്? കാരണം അത് നമുക്ക് തന്നിട്ടുണ്ട്, ഗിവൺ. ഓക്കെ, ഇനി നമുക്ക് എന്ത് പറയാൻ പറ്റും? ആംഗിൾ CMD ഈക്വൽ ടു ആംഗിൾ ADM. അതായത് ഇതുമാണ് നമുക്ക് കിട്ടുന്നത്, ADM. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ CMനെയും ADയും ആണ് നമുക്ക് പാരലൽ ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ അതിൻ്റെ ആംഗിൾസ് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ആംഗിൾ CMD ഈക്വൽ ടു ആംഗിൾ ADM. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ എന്ത് പറയാൻ പറ്റും? therefore AD പാരലൽ ടു CM. എന്തുകൊണ്ടാണ് AD പാരലൽ ടു CM എന്ന് പറയുന്നത്? ആൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഇത് നമ്മൾ ഇത്തിരി കൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ എക്സസൈസിൽ തന്നെ തേർഡ് പ്രോബ്ലത്തിൽ ഇത്തിരി കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രോബ്ലം ഒന്ന് നോക്കിയാൽ മതി. കറക്റ്റായിട്ട് അതിൽ ഒന്നും കൂടി നന്നായി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് AD പാരലൽ ടു CM. അപ്പോൾ എന്തായി? രണ്ട് സൈഡ്സും പാരലലാണ്, പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലാണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? കോർഡിലേറ്റർ AMCD ഈസ് എ പാരലോഗ്രാം. therefore കോർഡിലേറ്റർ AMCD is a parallelogram. As എന്തുകൊണ്ടാണ് പാരലോഗ്രാം ഇതാണെന്ന് പറയാനായിട്ടുള്ള കാരണം വരുന്നത്? as both pair of opposite sides are parallel. ഓക്കെ, അത് കാരണം കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ കോർഡിലേറ്റർ പാരലോഗ്രാം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പോഴത്തെ ട്രയാങ്കിളും ഇതേപോലെ തന്നെ പറയാൻ പറ്റും. സോറി, ട്രയാങ്കിൾ അല്ല, കോർഡിലേറ്റർ ഇതുപോലെ പറയാൻ പറ്റും. അപ്പൊ ഇതൊന്ന് ഞാൻ ഇവിടെ ഒന്ന് ഡ്രോ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഡ്രോ ചെയ്യാം.
ഇതൊന്ന് റബ്ബ് ചെയ്തിട്ട് തുടങ്ങാം. ഓക്കെ, ഇതൊന്ന് റബ്ബ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒന്ന് കാണിക്കാം. അങ്ങനെ ചെയ്യാം, ഇവിടെയും ഇവിടെയും ഇവിടെയും. അപ്പം MBCD. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ ഒരു ഇത് വരച്ചു. ഇവിടെ 40 ഡിഗ്രിയാണ്, ഇവിടെ 40 ഡിഗ്രിയാണ്, ഇവിടെ 80 ഡിഗ്രി, ഇവിടെയും 80 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി. അതായത് ഈ സംഭവത്തിനെ ഞാൻ ഒന്നുകൂടി ഇത്തിരി കൂടി വലുതാക്കി ഇവിടെ വരച്ചു എന്നേ ഉള്ളൂ. ഇനി ഇത് പറഞ്ഞ അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ കോർഡിലേറ്ററും പാരലോഗ്രാം എന്ന് പറയാൻ പറ്റും. എങ്ങനെയാണ് പറയാൻ പറ്റുക? ഇൻ കോർഡിലേറ്ററൽ MBCD MB parallel to CD. MB parallel to CD. എന്തുകൊണ്ടാണ്? അത് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. AB parallel to CD എന്ന് പറഞ്ഞിട്ടുണ്ട്. M എന്ന് പറഞ്ഞത് ABയിലത്തെ ഒരു പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? MB parallel to CD എന്ന് പറയാൻ പറ്റും. ഇനി എന്താണ് നമുക്ക്? അപ്പൊ ഈ രണ്ട് സൈഡുകളും കഴിഞ്ഞു. അപ്പൊ നമുക്ക് നോക്കേണ്ടത് എന്താണ്? ഈ രണ്ട് സൈഡുകളും ഓപ്പോസിറ്റ് സൈഡ്സും എന്താണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അത് ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണെന്നാണ് നമുക്ക് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ ഈ DM വരുന്ന ആൾട്ടർനേറ്റ് ആംഗിൾ DMC ആംഗിൾ DMC ഈക്വൽ ടു BCM ഈക്വൽ ടു ആംഗിൾ BCM ഈക്വൽ ടു എത്ര ഡിഗ്രിയാണ്? 80 ഡിഗ്രി. അല്ലെങ്കിൽ 80 ഡിഗ്രി ആംഗിൾ DMC ഈക്വൽ ടു ആംഗിൾ BCM. എന്തുകൊണ്ടാണ് അത്? ആൾട്ടർനേറ്റ് ആംഗിൾസ്. നേരത്തെ എഴുതിയ അതേപോലെ തന്നെ ആൾട്ടർനേറ്റ് ആംഗിൾസ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് എഴുതിയാൽ മതി? therefore DM parallel to CB. ഓക്കെ, എന്തുകൊണ്ടാണ് DM parallel to CB എന്ന് പറയുന്നത്? ആൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ആൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയ കാരണം കൊണ്ട് therefore ഏത് കോർഡിലേറ്റർ ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും? MBCD is a parallelogram. എന്തുകൊണ്ടാണ് പാരലോഗ്രാം എന്ന് പറയുന്നത്? as both pair of its opposite sides are parallel. റീസൺ ആയിട്ട് എഴുതേണ്ടത് both കാണുന്നില്ല അല്ലെ? as MBCD is a parallelogram. എന്തുകൊണ്ടാണ് നമുക്ക് റീസൺ ആയിട്ട് എഴുതേണ്ടത്? both pair of opposite sides are parallel. എന്താണ് എഴുതേണ്ടത്? റീസൺ ആയിട്ട് എഴുതേണ്ടത് കേട്ടോ. both pair of opposite sides are parallel. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ റീസൺ ആയിട്ട് എഴുതേണ്ടത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അഗൈൻ പറയാണ്, തേർഡ് ക്വസ്റ്റ്യനിൽ ഉണ്ട്. നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മുടെ 5th ക്വസ്റ്റ്യൻ. ഇതോടുകൂടി ഈ എക്സസൈസ് കഴിയായി. നമുക്കിനി അടുത്ത എക്സസൈസ് തുടങ്ങാം. ഓക്കെ, ബൈ.